മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മാഹിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേര് പെട്ടെന്ന് വരികയാണ് കേട്ടോ. പെട്ടെന്ന് വാതിൽ തുറന്നതിന് ശേഷം മഹാലക്ഷ്മിയെ അങ്ങനെ കടന്നു പിടിക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ രണ്ടുപേര് കണ്ണനെയും പിടിച്ച് ശ്വാസം മുട്ടിക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ കണ്ണേടനെ ഒന്നും ചെയ്യരുത്, എന്നെ എന്തെങ്കിലും ചെയ്തോളൂ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം കണ്ണനും പറയുന്നുണ്ട്, മഹി ഒന്നും ചെയ്യരുത്, മഹി ഒന്നും ചെയ്യരുത്, മഹി ഇറങ്ങി പോകൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും രണ്ടുപേർക്കും ചെയ്യാൻ പറ്റണില്ല കേട്ടോ. മഹാലക്ഷ്മി അങ്ങനെ പിടിച്ചിങ്ങനെ ഇതാക്കുകയാണ്, കഴുത്തിനകത്ത് പിടിച്ചിട്ട് കത്തിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. കണ്ണനാകെ തളർന്നു പോവുകയാണ്. പിന്നീട് കണ്ണൻ നോക്കുമ്പോൾ മഹാലക്ഷ്മിയെ കത്തി കൊണ്ട് ഇങ്ങനെ കയറ്റിയിരിക്കുന്നുണ്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണെ കട്ടിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് തോമസ് വൈദ്യർ കൈ കൊട്ടിയിട്ട് ചിരിച്ചിട്ട് വരികയാണ് കേട്ടോ. എന്തായാലും മതി മതി, ഇനി കത്തിയെല്ലാം മടക്കി വെച്ചോ എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് മഹാലക്ഷ്മിയും കണ്ണനും ആകെ ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ. ഇതൊരു നാടകം ചെയ്തതാണ്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ കണ്ണൻ്റെ ഇടുപ്പിന് ഒരു സ്പർശന ശക്തിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. അതിന് ഞാൻ ഇതേപോലെ ചെയ്തെങ്കിൽ മാത്രമേ കണ്ണന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ ഇതുവരെ ആരോടും ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ മഹി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കണ്ണനിങ്ങനെ എഴുന്നേറ്റ് നിന്ന പോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അങ്ങനെ കട്ടിലേക്ക് ഇരുന്നതിന് ശേഷം എല്ലാവരും പറയുകയാണ്, എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കണില്ല. പിന്നീട് തോമസ് വൈദ്യർ എല്ലാവരെയും പറഞ്ഞയക്കുകയാണ് കേട്ടോ. ശരി, നിങ്ങളുടെ സേവനം മതി, ഇവിടെ ഒഴിച്ചലിന് വരുന്ന ആൾക്കാരാണ്, അവരെ ഞാൻ ഈ നാടകത്തിന് നിർത്തിയതാണ്, അതെന്തായാലും നിങ്ങളുടെ സേവനം മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവരെല്ലാവരും പോവുകയാണ് കേട്ടോ. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന അതുകൊണ്ട് മാത്രമാണ് കണ്ണ നിനക്ക് ഇങ്ങനെ ആയത്, ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആയത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയതിന് ശേഷം അമ്മ അവിടെ ഉണ്ടാകും, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകും കേട്ടോ. അതേസമയം തിരുമേനി ചോദിക്കും, എന്തെങ്കിലും ഇപ്പം മാറ്റമുണ്ടോ ചോദിക്കുകയേ ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അമ്മ അങ്ങനെ ചോദിക്കണം, എന്താ മോളെ എന്തെങ്കിലും മാറ്റമുണ്ടോ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഭയങ്കര സന്തോഷമാകണം കേട്ടോ. എന്താ ഒരു സന്തോഷം പറഞ്ഞാൽ അത്രയും സന്തോഷമാകണം കേട്ടോ. പിന്നീട് ഇങ്ങനെ സംസാരിക്കണം, അമ്മേ ഞാൻ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ദൈവങ്ങൾക്ക് അറിയാം, പക്ഷേ ഈ രഹസ്യം ആരോടും പറയരുത്, ഞാൻ അതുകൊണ്ടാണ് പൂജാരിയോട് പോലും പറയാതിരുന്നത് എന്ന് പറയണം. പിന്നീട് പറയുക, അമ്മേ 18-ാം തീയതി ഒരു കാര്യമില്ലേ ചോദിക്കുമ്പോൾ എന്താ മോളെ ചോദിക്കണം, നമ്മുടെ പിറന്നാളല്ലേ അത് അമ്മ മറന്നോ ചോദിക്കണം കേട്ടോ. അത് ശരി, സാധാരണ ഞാൻ അമ്പലത്തിൽ വരെ ഒരു പായസത്തിന് പൂജയ്ക്കും കൊടുക്കും, അത്രയേ ഉള്ളൂ പറയും. അന്ന് അതുപോലെ ഇപ്രാവശ്യം നമുക്ക് ഗംഭീരമായിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് നമുക്ക് പിറന്നാൾ ആഘോഷിക്കണം, ഞാനും കണ്ണേട്ടനും കൂടി അങ്ങോട്ടേക്ക് വരാം എന്ന് പറയണം കേട്ടോ. അതേസമയം ഭയങ്കര സന്തോഷത്തിലായിരിക്കും മോഹിനി പോകുന്നത് കേട്ടോ. മോഹിനിയെ കണ്ടതും തന്നെ അവിടെ അമ്മയും മോനും കൂടി പ്രതാപനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അതേസമയം മോഹിനിയെ കണ്ടതും ചോദിക്കുക, എന്താടി നിൻ്റെ ചെറിയ മോളുടെ ഗർഭം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണോ ചോദിക്കുക. അത് ഞാൻ ചെയ്യില്ല, അതും എൻ്റെ മോളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ എന്തിന് പോയതാണ് നീ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അടുത്ത മാസം 18-ാം തീയതി പിറന്നാളാണെന്നും മഹാലക്ഷ്മിയും കണ്ണനും വരുമെന്നും എല്ലാം അങ്ങനെ പറയണം കേട്ടോ. അതേസമയം കളിയാക്കുകയാണ് പ്രതാപനും മുത്തശ്ശി, ഇതുവരെ ഇല്ലാത്തൊരു കാര്യം ആദ്യമായിട്ടാണോ കേക്ക് മുറിക്കാനും എല്ലാം നിൻ്റെ മോളാണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതെ, എൻ്റെ മോള് തന്നെയാണ് പറയും. കണ്ണനും മഹാലക്ഷ്മിയും കണ്ണൻ നടന്നിട്ടാണോ വരുന്നത് ഓടിയിട്ടാണോ വരുന്നത് ചോദിക്കും കേട്ടോ. എങ്ങനെയായാലും ശരി അവർ വരും എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കരുണയും ഉണ്ണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരുണ പറയുന്നുണ്ട്, അവളുടെ എല്ലാം കഴിഞ്ഞു, അടുത്ത മാസം 18-ാം തീയതിയോടെ അവളുടെ കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ, അവളുടെ അവസാന സദ്യയാടാ, എന്തായാലും ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, ഞാനും കരുണമോളും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ തന്നെ ഉണ്ണിയോട് കരുണ പറയണം, 18-ാം തീയതിയോടെ കൂടി അവളുടെ എല്ലാ ദൈവങ്ങളും ശക്തിയുണ്ട് എന്നല്ലേ പറഞ്ഞത്, ആ ശക്തി ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയേണ്ടത്, നീയല്ലേ അയ്യപ്പ വിഗ്രഹം നീ എടുത്ത് കളഞ്ഞത്, എന്നിട്ട് എന്തായി, അതിന് ശക്തിയുണ്ട് കരുണയെ എന്നിങ്ങനെ പറയണം. എല്ലാ ശക്തിയും അവളുടെ ഞാൻ അടുത്ത 18-ാം തീയതിയോട് കൂടിയിട്ട് അവസാനമാണ് എന്നിങ്ങനെ കരുണ ഉണ്ണിയോട്